നമസ്കാരം. പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ചുള്ള ഏറ്റവും അവസാനത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയൊരു ക്ലാസ് ആയിരിക്കും, മുഴുവനും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിന് മുന്നത്തെ പാർട്ടൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. അതൊക്കെ കണ്ടതിന് ശേഷം മാത്രമാണ് ഈ ക്ലാസ് കാണേണ്ടത്. പഞ്ചവത്സര പദ്ധതി ഏകദേശം 4 ക്ലാസ് കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് എടുത്തു കഴിഞ്ഞു. ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രദ്ധിച്ചോ, പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ചുള്ള ഏറ്റവും അവസാനത്തെ ക്ലാസ് 9ാമത്തെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ കഴിഞ്ഞ 3 ക്ലാസ്സും കണ്ട ആൾക്കാർ മാത്രം ഇത് കണ്ടാൽ മതി. കാരണം അന്ന് ആ 3ാമത്തെ ക്ലാസ്സിൽ നമ്മൾ എഴുതിയേക്കുന്ന പോലെ തന്നെയാണ് എഴുതി വെച്ചേക്കുന്നത്, മാറ്റമൊന്നുമില്ല. 4ാമത്തെ ക്ലാസ് 9ാമത്തെ പഞ്ചവത്സര പദ്ധതി മുതലാണ് അങ്ങ് പറയാൻ പോകുന്നത്. കണ്ടിന്യൂറ്റി ആയിട്ട് കാണുന്ന ആൾക്കാർക്ക് ഗുണം ചെയ്യും, അല്ലാത്ത ആൾക്കാർക്ക് പ്രശ്നം വരും. അപ്പോൾ 9ാമത്തെ പഞ്ചവത്സര പദ്ധതി 8ാമത്തെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം പഠിച്ചത്. 8ാമത്തെ വർഷം ആലോചിച്ച് നോക്കി. 92ഉം 97ഉം നരസിംഹറാവു ആണ് പ്രധാനമന്ത്രി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ 9ാമത്തത് ഇനി വേറെ ഹോളിഡേ, റോളിംഗ് പ്ലാൻ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. നമുക്ക് ആശ്വസിക്കാം. കറക്റ്റായിട്ട് വർഷം കൂട്ടി വെക്കാം, യാതൊരു കുഴപ്പമില്ല. 97 മാർച്ച് 31 8ാമത്തെ പഞ്ചവത്സര പദ്ധതി അവസാനിച്ചു. അപ്പോൾ 97 മുതൽ 5 വർഷം കൂട്ടി നോക്ക്. 98, 99, 2000, 1, 2. 2000 നമ്മൾ കടന്നു. 2002 വരെയുമാണ് 9ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. 9ാമത്തെ ഇവിടെ ഇങ്ങനെ എഴുതുന്നത് കൃത്യമായിട്ട് ഐഡിയ കിട്ടാനാണ്. അപ്പോൾ 9ാമത്തെ പഞ്ചവത്സര പദ്ധതി കിട്ടിയല്ലോ 1997 മുതൽ 2002 വരെയുമാണ്. 1-2 കാര്യം ഇവിടെ എഴുതിയും വെച്ചിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ച പഞ്ചവത്സര പദ്ധതിയാണ്. സ്ത്രീ ശാക്തീകരണം. കുടുംബശ്രീ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയുമാണ്. കുടുംബശ്രീ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ്. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ച പഞ്ചവത്സര പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ ഇതറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ജനകീയ പദ്ധതി. പറ ജനകീയ പദ്ധതി. പറ ജനകീയ പദ്ധതി. പറ ജനകീയ പദ്ധതി. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി പ്രീവിയസ് ചോദ്യമാണ്. 9ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ. കാലഘട്ടം ഒന്ന് നോക്കിയേ നിങ്ങൾ. 97ഉം 2002 എന്ന് വെച്ചാൽ കൃത്യമായിട്ട് പറയുമ്പോൾ 97 ഏപ്രിൽ 1 മുതൽ 2002 മാർച്ച് 31 വരെയാണ്. 97 ഏപ്രിൽ കഴിയുമ്പോൾ ഓഗസ്റ്റ് എന്ന് പറയുന്ന ഒരു മാസം വരും. ഓഗസ്റ്റ് ഒരു തീയതി വരും. ആ തീയതി ഓഗസ്റ്റ് 15 ആയിരിക്കും. ഏത് വർഷം? 1997 ഓഗസ്റ്റ് 15. എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? 1947 ഓഗസ്റ്റ് 15 വല്ല പ്രത്യേകതയുണ്ടോ? ഇന്ത്യക്ക് സ്വതന്ത്രം കിട്ടിയ ദിവസമാണ്. അപ്പൊ 97 ഓഗസ്റ്റ് 15 എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് സ്വതന്ത്രം കിട്ടിയിട്ട് 50 വർഷം തികഞ്ഞു. 50 വർഷം വലിയ കാര്യമാണത്. 50 വർഷം തികഞ്ഞു. ഇതും പ്രീവിയസ് ചോദ്യമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 50 വർഷം തികഞ്ഞപ്പോഴുള്ള പഞ്ചവത്സര പദ്ധതി 9. പഠിക്കാൻ എളുപ്പമല്ലേ? 50, 9 ഉണ്ട്, ഒരു സാമ്യമില്ലേ? 9, 50 എങ്ങനെയും പഠിക്കാം. അത് നോക്കിയേ. ഇന്ത്യക്ക് സ്വതന്ത്രം കിട്ടി 50 വർഷം തികഞ്ഞപ്പോഴുള്ള പഞ്ചവത്സര പദ്ധതി 9 കാണാപ്പാടം പഠിച്ചു നോക്കൂ, കൂട്ടാൻ നിൽക്കേണ്ട ആവശ്യമില്ല. 9, 50 കിട്ടിയല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. അതിൽ ഒരു ചോദ്യം ഞാൻ പെട്ടിയിലിട്ട് വെക്കും. അത് തന്നെ ആദ്യം പറയാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 50ാം വാർഷികം ആഘോഷിച്ചപ്പോഴുള്ള ഇന്ത്യയുടെ രാഷ്ട്രപതി മലയാളിയായ ഏക രാഷ്ട്രപതി KR നാരായണൻ. പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ IK ഗുജ്റാളാണ്. അന്നുകൂടി ഓർത്ത് വെച്ചേക്ക്, ഗുജ്റാളാണ്. 1997 മുതൽ 2002 വരെയുമാണ് 9ാമത്തെ പഞ്ചവത്സര പദ്ധതി. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ ഈ പഞ്ചവത്സര പദ്ധതിയുടെ സമയത്ത് മുഴുവനും കാലം പ്രധാനമന്ത്രി ഗുജ്റാൾ ആയിരുന്നില്ലേ? 2-3 പേര് മാറിപ്പോയിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് മുഴുവനും നമ്മുടെ രാഷ്ട്രപതി KR നാരായണൻ തന്നെയായിരുന്നു. പ്രധാനമന്ത്രി മാറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഗുജറാൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തത്. പക്ഷെ കൃത്യം ഡേറ്റിൽ വരുന്ന ഗുജറാളാണ്. എന്ന് വെച്ചാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 50ാം വാർഷികം ആഘോഷിച്ചപ്പോൾ അതിൻ്റെ പ്രധാനമന്ത്രി, ആ സമയത്ത് കൃത്യം ഡേറ്റിൽ വരുന്ന പ്രധാനമന്ത്രി IK ഗുജറാളാണ്. കൃത്യം ഡേറ്റിൽ വരുന്ന രാഷ്ട്രപതി KR നാരായണനുമാണ്. ഇത് മാത്രമേ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൂ. ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടി 50ാം വാർഷികം ആഘോഷിച്ചപ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി
KR നാരായണനാണ്, മലയാളിയാണ്. ഇനി സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ച പഞ്ചവത്സര പദ്ധതിയാണ് 9. കുടുംബശ്രീ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് 9. കുടുംബശ്രീ ആരംഭിച്ച് ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 9. അതൊന്ന് ഓർത്ത് വെച്ചോ, പെട്ടി കിടക്കുന്നതാണ്. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി 9 ആണ്. പക്ഷേ ജനകീയ പദ്ധതി ആവിഷ്കരിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് MN റോയ് ആണ്. ഇതുമായിട്ട് ബന്ധമില്ല. MN റോയ് ആണ്. 1945 സംഭവം. അപ്പൊ ജനകീയ പദ്ധതി ആവിഷ്കരിച്ചത്. മറ്റൊരു പേരാണ് പീപ്പിൾസ് പ്ലാൻ എന്ന് പറയും. മറ്റൊരു പേരാണ് റാഡിക്കൽ പ്ലാൻ എന്ന് പറയും. റാഡിക്കൽ പദ്ധതി അല്ലെങ്കിൽ പീപ്പിൾസ് പ്ലാൻ, ജനകീയ പദ്ധതി ഒക്കെ ആവിഷ്കരിച്ച വ്യക്തിയാണ് MN റോയ്. 1945. പക്ഷേ ജനകീയ പദ്ധതി എന്ന് വിളിക്കുന്ന പഞ്ചവത്സര പദ്ധതി 9 ആണ്. രണ്ടും വേറെയാണ്. രണ്ടും ഒന്നിച്ചു പറഞ്ഞത് രണ്ടും വ്യത്യാസമാണ്. പക്ഷേ നിങ്ങൾ എവിടെയെങ്കിലും കാണുമ്പോൾ ഒരുപോലെ തോന്നും. അതില്ലാണ്ടിരിക്കാനും തെറ്റിപ്പോണ്ടിരിക്കാനുമാണ് ഇതൊക്കെ ഒന്നിച്ചു പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2-3 ചോദ്യങ്ങൾ മാത്രമേ ഞാനൊരു പഞ്ചവത്സര എന്ന് പറയുന്നുള്ളൂ. ഒരുപാട് കാര്യങ്ങളൊക്കെ മാറ്റി പ്രധാനപ്പെട്ടത് മാത്രം എടുത്തു പറയുന്ന ക്ലാസ്സാണ്. അപ്പോൾ നോക്കിയേ, MN റോയ് ആണ് ജനകീയ പദ്ധതി എന്ന് പറയുന്ന ഒരു ആശയം അവതരിപ്പിച്ച്. കൃഷിക്കാണ് പ്രധാനമായിട്ടും മുൻഗണന കൊടുക്കുന്നത് ഈ പദ്ധതി പ്രകാരം. അതിൻ്റെ ഇംഗ്ലീഷിലെ പേരാണ് പീപ്പിൾസ് പ്ലാൻ. മറ്റൊരു പേരാണ് റാഡിക്കൽ പ്ലാൻ. അത് 1945 സംഭവമാണ്. 1945. പക്ഷേ ജനകീയ പദ്ധതി എന്ന് വിളിക്കുന്ന പഞ്ചവത്സര പദ്ധതി നമ്മുടെ 9ാമത്തെയാണ്. ഇങ്ങനെ ആലോചിച്ച് നോക്കാം. കുടുംബശ്രീ നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി 9 ആണ്. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ച പഞ്ചവത്സര പദ്ധതിയും 9 ആണ്. അതുകൊണ്ട് തന്നെ ജനകീയ പദ്ധതി, ഇതേ പഞ്ചവത്സര പദ്ധതിയുടെ ഇടയിലാണ് കാർഗിൽ യുദ്ധവും നടന്നത്. ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യവും കൂടി ആലോചിച്ച് വെച്ചു. ഇന്ത്യയുടെ 2ാമത്തെ ആണവ പരീക്ഷണം നടന്ന വർഷം 1998 ഇന്ത്യയുടെ 2ാമത്തെ ആണവ പരീക്ഷണം നടന്നു. ഓപ്പറേഷൻ ശക്തി എന്നാണ് അതിൻ്റെ പേര്. പഴയ സ്ഥലം തന്നെ, രാജസ്ഥാനിലെ പൊക്രാനിൽ തന്നെയാണ് നടന്നത്. അത് ഏത് പഞ്ചവത്സര പദ്ധതിയാണെന്ന് ചോദിച്ചാൽ 9 ആണ്. അവിടെ ഒരു വ്യത്യാസം ഞാൻ പറയാം. കഴിഞ്ഞതിന് മുന്നത്തെ നമ്മുടെ 2ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ പാർട്ടിലും ചില ആൾക്കാർക്ക് സംശയം വന്നതാണ്. അതായത് ഇന്ത്യയുടെ 1ാമത്തെ ആണവ പരീക്ഷണം നടന്നത് 1974 മെയ് മാസം 18 അത് മനസ്സിലായല്ലോ. അപ്പോൾ 1974 മെയ് 18 എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് നോക്കി നിങ്ങൾ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഈ 4ാമത്തെ പഞ്ചവത്സര പദ്ധതി അവസാനിക്കുന്നത് 1974 മാർച്ച് 31. ഇത് മെയ് 18. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ സ്റ്റാർട്ടിങ്ങിലാണ് ശരിക്കും 1ാമത്തെ ആണവ പരീക്ഷണം ഇന്ത്യ നടത്തിയത്. പക്ഷേ ഗൂഗിളിലും ചില 1-2 റാങ്ക് ഫയലിലൊക്കെ ഇത് 4ാമത്തേലായിട്ടാണ് കാണിക്കുന്നത്. അതെന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പം നിങ്ങൾ 4ഉം 5ഉം ഒരുമിച്ച് പഠിച്ചു വെച്ചോ. ഇനി അവിടെ വേറെ സംശയം വരണ്ടല്ലോ. 4ഉം 5ഉം ഒരുമിച്ച് പഠിച്ചു വെച്ചോ. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും ഓപ്ഷനിൽ 2ഉം വന്ന് എന്ത് ചെയ്യുമെന്ന്. എനിക്കറിയില്ല അതിനെപ്പറ്റി. അത്രേ പറയാനുള്ളൂ. കാരണം പല സ്ഥലത്തും പല ഉത്തരങ്ങൾ ഇതിനെക്കുറിച്ച് കാണുന്നുണ്ട്. ശരിക്കും അതിൻ്റെ ഉത്തരം 5 തന്നെയാണ്. ഇനി PSC അല്ലാത്ത എന്ത് പരീക്ഷയ്ക്ക് പോയാലും അത് 5 തന്നെ എഴുതിയാൽ മതി. PSCയുടെ കാര്യം വ്യക്തമായിട്ട് അറിയില്ല. ഓക്കെ അല്ലേ? PSC അല്ലാത്ത എന്തൊരു പരീക്ഷ എഴുതിയാലും കൃത്യമായിട്ടുള്ള ആൻസറേ വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ ആദ്യമായിട്ട് ആണവ പരീക്ഷ നടത്തിയ വർഷം 1974 മെയ് 18, 5ാമത്തെ 5 ഇയർ പ്ലാനിൻ്റെ ഇടയിലാണ്. 5ാമത്തേൻ്റെ ഇടയിലാണ് ഈ വർഷം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മാത്രം ഇവിടെ സംശയമുള്ളൂ. ഈ ഒരു കാര്യം മാത്രം. ബാക്കിയൊന്നും അങ്ങനെ പ്രശ്നമില്ലല്ലോ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ 1ാമത്തെ ആണവ പരീക്ഷണം ഞാൻ പറയുന്നു 4ഉം 5ഉം പഠിച്ചു വെച്ചോളൂ. 2ാമത്തെ ആണവ പരീക്ഷണം 9 മാത്രം പഠിച്ചു വെച്ചാൽ മതി. 9. ഇത്രയേ ഉള്ളൂ 9ാമത്തെ പഞ്ചവത്സര പദ്ധതി. മറക്കാൻ പാടില്ലാത്ത കാര്യം സ്ത്രീ ശാക്തീകരണം, കുടുംബശ്രീ വന്ന് 99, കാർഗിൽ യുദ്ധവും 99. ക്ലിയർ. പിന്നെ മറക്കാൻ പാടാത്ത മറ്റൊരു കാര്യമാണ് ഇന്ത്യയുടെ 2ാമത്തെ ആണവ പരീക്ഷണം ഓപ്പറേഷൻ ശക്തി. 1ാമത്തെ പേര് ബുദ്ധൻ ചിരിക്കുന്നു. കാരണം ബുദ്ധ ജയന്തി ദിവസമാണ് നടത്തിയത്. 1ാമത്തെ 74 മെയ് 18. 2ാമത്തെ വരുന്നത് 98. അതിൻ്റെ പിറ്റേ കൊല്ലം കാർഗിൽ യുദ്ധം. ഇതൊക്കെ 9ാമത്തെ 5 ഇയർ പ്ലാൻ. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി 9. പക്ഷേ ജനകീയ പദ്ധതി നടപ്പിലാക്കിയ വ്യക്തി, ഇതിനെക്കുറിച്ച് എല്ലാ ചോദ്യം അത് MN റോയ് പീപ്പിൾസ് പ്ലാൻ എന്ന് പറയും. പീപ്പിൾസ് പ്ലാൻ എന്നാണ് പൊതുവെ എപ്പോഴും ചോദിക്കാറുള്ളത്. പീപ്പിൾസ് പ്ലാൻ. മറ്റൊരു പേരാണ് റാഡിക്കൽ പ്ലാൻ 45. ഓക്കെ, പക്കാ ക്ലിയർ അല്ലേ? ഇനി ഒരു കാര്യം പ്രത്യേകം മറന്നുപോയി. KR നാരായണൻ ഇന്ത്യ സ്വാതന്ത്ര്യമായി 50ാം വാർഷികം ആഘോഷിച്ച പഞ്ചവത്സര പദ്ധതി 50-9. രാഷ്ട്രപതി KR നാരായണൻ. പ്രധാനമന്ത്രി ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല, IK ഗുജറാൾ.
ഓക്കെ അല്ലേ? നമ്മൾ പോകുന്നു 9 ഇപ്പോൾ പഠിച്ച് 10. അപ്പോൾ 9ാമത്തെ മനസ്സിലായല്ലോ. 97 മുതൽ 2002 വരെയാണ് 9ാമത്തെ. അപ്പോൾ 10ാമത്തെ എപ്പോഴായിരിക്കും? 2002 മുതൽ, സാധാരണ പോലെ ഏപ്രിൽ 1 മുതൽ. അപ്പോൾ 2002, 2003, 4, 5, 6, 7. 2007 മാർച്ച് 31 വരെയുമാണ് 10ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വർഷം തന്നെയാണ്. 2002നും 2007നുമാണ് കാലഘട്ടം. ഒരു കാര്യം മനസ്സിലാക്കി വെച്ചോ, ഇതിൻ്റെ ഇടയിൽ വരുന്ന ഇന്ത്യയുടെ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമാണ്. അതായത് 10ാമത്തെ പദ്ധതിയുടെ സമയത്ത് ഇന്ത്യൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമാണ്. പ്രധാനമന്ത്രി 2-3 പേര് മാറി മാറി വരുന്നുണ്ട്. വാജ്പേയി വരുന്നുണ്ട്, പിന്നെ അവസാനം മൻമോഹൻ സിംഗും വരുന്നുണ്ട്. അതുകൊണ്ട് പ്രധാനമന്ത്രി ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഓർക്കുന്നത് നല്ല കാര്യമാണ്, അപ്പോൾ ഒരു ഐഡിയ കിട്ടും. പക്ഷെ രാഷ്ട്രപതി ഓർത്ത് വെച്ചോ, ഇന്ത്യയുടെ 10ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ സമയത്ത് ഇന്ത്യൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം. 9ാമത്തെ സമയത്താണ് KR നാരായണൻ. ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടി 50ാമത്തെ വാർഷികം ആഘോഷിച്ചത് 9 KR നാരായണൻ. 10ാമത്തിൽ വരുന്നത് APJ അബ്ദുൽ കലാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാക്ഷരത 75% വർദ്ധിപ്പിക്കാൻ ലക്ഷ്യം വെച്ച പഞ്ചവത്സര പദ്ധതിയാണ്. ഇന്ത്യയുടെ കാര്യമാണ് ഈ പറയുന്നത്, കേരളത്തിന്റെ അല്ല. ഇന്ത്യയുടെ സാക്ഷരത 75% വർദ്ധിപ്പിക്കാൻ ലക്ഷ്യം വെച്ച പഞ്ചവത്സര പദ്ധതിയാണ് 10ാമത്തെ പഞ്ചവത്സര പദ്ധതി. അതുകൊണ്ട് തന്നെ ഇതറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കേരള മോഡൽ. പരീക്ഷയ്ക്ക് ചോദിച്ചാണ് കേരള മോഡൽ. കേരള മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 10. കേരള വികസന പദ്ധതി എന്ന് ചോദിച്ചാലും 10 തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. കേരള വികസന പദ്ധതി കേരള വികസന പദ്ധതി. കേരള മോഡൽ എന്നൊക്കെ അറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 10ാമത്തെ പഞ്ചവത്സര പദ്ധതി. കാലഘട്ടം 2002 മുതൽ 2007 വരെയാണ് 10ന്റെ കാലഘട്ടം. പ്രധാനമന്ത്രി 2 പേരുണ്ട്, വാജ്പേയി ഉണ്ട്, മൻമോഹൻ സിംഗും ഉണ്ട്. ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല. രാഷ്ട്രപതി മറക്കണ്ട, APJ ആണ് രാഷ്ട്രപതി. APJ ആണ്. കേരള മോഡൽ, കേരള വികസന പദ്ധതി എന്നൊക്കെ അറിയപ്പെടുന്നത് 10ാമത്തെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? 2 പേരാണ്. അത് റാവു മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി 2 പേരല്ല. അപ്പൊ 8 1 0 1 0 2 8. ഓക്കെ, നമുക്ക് ലാസ്റ്റ് പറയാം. ലാസ്റ്റ് ഒരു ഭാഗമുണ്ട്, പ്രത്യേകം കാണണേ. ആ പ്രധാനപ്പെട്ടത് മാത്രം ഞാൻ എടുത്തു പറയാം. ഇത് ഓക്കെ അല്ലേ? ഇനി ഒരു കാര്യം കൂടി വേണമെങ്കിൽ ഒന്ന് ഓർത്തു വെച്ചോ, വേണമെങ്കിൽ മാത്രം. ഇന്ത്യയുടെ GDP 8% വളർത്താൻ ലക്ഷ്യം വെച്ച പഞ്ചവത്സര പദ്ധതിയും ഇത് തന്നെയാണ്. ഇന്ത്യയുടെ GDP 8% വളർത്താൻ ലക്ഷ്യം വെച്ച പഞ്ചവത്സര പദ്ധതിയും ഇത് തന്നെയാണ്. കഴിഞ്ഞു, അടുത്തതിലോട്ട് പോകുന്നു. ഇത്രയൊക്കെ ഉള്ളൂ. ഉണ്ടാ 10 ഇത്രയും മതി. ലക്ഷ്യങ്ങളൊന്നും വേണമെന്നില്ല, ചോദിച്ചൊന്നും കണ്ടിട്ടില്ല. നമ്മൾ പോകുന്നു 11. അപ്പോൾ നോക്കിയേ, നമ്മൾ 10 ഇപ്പോൾ പഠിച്ചത്. 11ലോട്ട് പോകാം. ഞാൻ നേരത്തെയും പറഞ്ഞു, ഹോളിഡേ റോളിംഗ് പ്ലാൻ അങ്ങനത്തെ ഒരു സംഭവമില്ല. അപ്പോൾ നമുക്ക് ആശ്വാസമാണ്. സാധാരണ പോലെ തന്നെ 2007 പിടിച്ചോ, 5 വർഷം കൂട്ടിക്കോ. 8 9 10 11 12. അപ്പോൾ 2012 എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി? 11ാമത്തെ. വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യം മാത്രം പറയുന്നുള്ളൂ. രാഷ്ട്രപതി, പ്രധാനമന്ത്രി ഒന്നും പറയുന്നില്ല, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങളുണ്ട് അവിടെ. അതൊന്നും നമുക്ക് ആവശ്യമില്ല, ഇന്നേ വരെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുമില്ല. 2007-12 ആണ് ഇപ്പോൾ പഠിക്കാൻ പോകുന്ന 11ാമത്തെ 5 ഇയർ പ്ലാന്റെ കാലഘട്ടം. ഓക്കെ അല്ലേ? 2 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം, 1000-ന് മുകളിൽ ജനസംഖ്യയുള്ള എല്ലാ ഗ്രാമങ്ങളിലും റോഡ് നിർമ്മിക്കുക പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിരുന്നു. 1000-ന് മുകളിൽ ജനസംഖ്യയുള്ള എല്ലാ ഗ്രാമങ്ങളിലും റോഡ് നിർമ്മിക്കുക എന്നത് പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു. എല്ലാ ജനങ്ങൾക്കും ശുദ്ധജലം, അതും ഒരു ലക്ഷ്യമായിരുന്നു. ഓക്കെ, അപ്പൊ എല്ലാ ജനങ്ങൾക്കും ശുദ്ധജലം, 1000-ന് മുകളിൽ ജനസംഖ്യയുള്ള ഗ്രാമങ്ങളിൽ റോഡ് നിർമ്മിക്കുക എന്നൊക്കെ ഉള്ളത് പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു. ഇനി നോക്കിയേ,
ഇതിൻ്റെ ഇടയിൽ വരുന്ന വർഷം. അപ്പം ഇതിൻ്റെ വർഷം എത്രയാണ്? 11ാമത്തെ പഞ്ചവത്സര പദ്ധതി 2007 2012 ഞാൻ പറഞ്ഞു, ഇവിടെ പറഞ്ഞു 2007 2012. അപ്പം അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു വർഷമാണ് 2009 അല്ലേ? അതിൻ്റെ ഇടയിൽ വരുന്നൊരു മാസമാണ് ഓഗസ്റ്റ് 26. ഇന്ത്യയിൽ വിദ്യാഭ്യാസ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷമാണ്. ഓർത്തു വെച്ചേക്ക്, ഇന്ത്യയിൽ വിദ്യാഭ്യാസ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം. ഒരിക്കൽ കൂടി, ഇന്ത്യയിൽ വിദ്യാഭ്യാസ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷമാണ് 2009 ഓഗസ്റ്റ് 26. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് വിദ്യാഭ്യാസ പദ്ധതി, എഡ്യൂക്കേഷണൽ പ്ലാൻ. അപ്പൊ എന്താണ് എഡ്യൂക്കേഷണൽ പ്ലാൻ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 11ാമത്തെ പഞ്ചവത്സര പദ്ധതി. കേരള മോഡൽ 10, കേരള മോഡൽ 10, വിദ്യാഭ്യാസ പദ്ധതി 11, വിദ്യാഭ്യാസ പദ്ധതി 11, ജനകീയ പദ്ധതി 9, ജനകീയ പദ്ധതി 9, ഹരോൾഡ് ഡോമർ 1, മെഹലനോബിസ് 2. അപ്പൊ ഞാനത് പറയുന്നില്ല, ലാസ്റ്റ് പറയാം. അപ്പൊ ശരിയാവും, ഇവിടെ കിടക്കട്ടെ. ഇപ്പൊ 2-3 ചോദ്യം പറഞ്ഞത് കഴിയുമല്ലോ, ഈ പരിപാടി കഴിയും. പഞ്ചവത്സര പദ്ധതി വേഗം തീർക്കണം. അപ്പൊ നോക്കിയേ, 11ാമത്തെ പഞ്ചവത്സര പദ്ധതി 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, 1000-ന് മുകളിൽ ജനസംഖ്യയുള്ള ഗ്രാമങ്ങളിൽ റോഡ്, എല്ലാ ആളുകൾക്കും ശുദ്ധജലം. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതേ ബോക്സിൽ കിടക്കുന്നു. 2009 ഓഗസ്റ്റ് 26 വിദ്യാഭ്യാസ സംരക്ഷണ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷമാണ് 2009 ഓഗസ്റ്റ് 26. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് വിദ്യാഭ്യാസ പദ്ധതി അഥവാ എഡ്യൂക്കേഷണൽ പ്ലാൻ എന്നറിയപ്പെടും. ഇനിയുള്ള അവസാനത്തെ പോയിന്റ്, ഈ പഞ്ചവത്സര പദ്ധതി നമ്മൾ ഏതോ ഒരു പാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും നമ്മൾ പഠിച്ചു. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ എപ്പോഴോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് 3ാമത്തെ ഒരു പഞ്ചവത്സര പദ്ധതി ഉണ്ട് കേട്ടോ, 3ാമത്തത്, 3rd 5-year പ്ലാൻ. അതിൻ്റെ പ്രത്യേകത ഇന്ത്യ ചൈന യുദ്ധം, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, പിന്നെ മൺസൂണിൻ്റെ പ്രതികൂലമായ കാലാവസ്ഥ, അടിയന്തരാവസ്ഥ, ഇതൊക്കെ വന്നതുകൊണ്ട് ഇത് വമ്പനായിട്ട് അങ്ങ് പൊളിഞ്ഞു പോയി ഈ സംഭവം. എന്ന് വെച്ചാൽ കാശ് മുഴുവനും പോയി, ഇറക്കിയ പൈസ മുഴുവനും പോയി. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറവ് ശരാശരി സാമ്പത്തിക വളർച്ചാ നിരക്ക് കൈവരിച്ച പഞ്ചവത്സര പദ്ധതി 3 ഇതേ കിടക്കുന്നു. 3 61-നും 66-നും ഇടയിൽ. അതിങ്ങനെ എഴുതി വെച്ചേക്കുന്നുണ്ട്, ഇടക്കിടക്ക് അങ്ങോട്ട് നോക്കണേ. 62 ഇന്ത്യ ചൈന യുദ്ധം, 65 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പം 3 പൊളിഞ്ഞു പോയ പഞ്ചവത്സര പദ്ധതി. കുറേ ഉണ്ടായി പൊളിഞ്ഞു പോയത്, പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ തകർച്ചയായിരുന്നു, ഏറ്റവും കൂടുതൽ. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് ആ ചോദ്യം വന്നത്. ഏറ്റവും കുറവ് ശരാശരി സാമ്പത്തിക വളർച്ചാ നിരക്ക്, ഈ പറയുന്ന എഴുതിയെടുത്തു. ഏറ്റവും കുറവ് ശരാശരി സാമ്പത്തിക വളർച്ചാ നിരക്ക് കൈവരിച്ച പഞ്ചവത്സര പദ്ധതി 3. കൂടുതൽ ഏതാണെന്ന് ചോദിക്കും. അതാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ഏതാണ്? കൂടുതൽ 11, കുറവ് 3. ചോദ്യം, ഏറ്റവും കുറവ് ശരാശരി സാമ്പത്തിക വളർച്ചാ നിരക്ക് കൈവരിച്ച പഞ്ചവത്സര പദ്ധതി 3, ഏറ്റവും കൂടുതൽ ശരാശരി സാമ്പത്തിക വളർച്ചാ നിരക്ക് കൈവരിച്ച പഞ്ചവത്സര പദ്ധതി 11. 8% ഇത് കൈവരിച്ചു. 8% കഴിഞ്ഞു 11. ഇതിൻ്റെ കൂടെ 12 കൂടി വേഗം പറയാം. 12. അപ്പൊ നോക്കിയേ, 12 മീൻസ് ഈ 12 അല്ല, 12ാമത്തെ പഞ്ചവത്സര പദ്ധതി. 12 ഏറ്റവും അവസാനത്ത്. ആകെ 12 പഞ്ചവത്സര പദ്ധതി ഉള്ളൂ. ഭാഗ്യം ഇനി അങ്ങോട്ട് പഠിക്കണ്ട. അപ്പൊ നോക്കിയേ, 12 എന്ന് മുതൽ തുടങ്ങും, 12 തുടങ്ങും. അത് എളുപ്പമുണ്ടോ പഠിക്കാനായിട്ട്? 12ാമത്തെ പഞ്ചവത്സര പദ്ധതി 2012 ആരംഭിക്കുന്നത്. 5 വർഷം കൂട്ട്, 13, 14, 15, 16, 17. നരേന്ദ്രമോദി എത്തി അല്ലെ, പഞ്ചവത്സര പദ്ധതി നിർത്തി. 17. അപ്പൊ 2012 മുതൽ 2017 വരെയാണ് 12ാമത്തെ പഞ്ചവത്സര പദ്ധതി. ഒറ്റ ചോദ്യമേ പഠിപ്പിക്കുന്നുള്ളൂ. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് സുസ്ഥിര വികസനം. ഓർത്തു വെച്ചേക്ക്, പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് സുസ്ഥിര വികസനം. അപ്പൊ നോക്കിയേ, സുസ്ഥിര വികസനമാണ് 12ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. വേറെ ചോദ്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അത് ഇത്രയേ ഉള്ളൂ. പഞ്ചവത്സര പദ്ധതി കംപ്ലീറ്റ് കഴിഞ്ഞു. അപ്പോൾ അവസാനം 11ഉം 12ഉമാണ് പറഞ്ഞത്. 12 ഒന്നുമില്ല, സുസ്ഥിര വികസനമാണ് ലക്ഷ്യം. 11 എന്താണ് പ്രധാനപ്പെട്ടത്? ഏറ്റവും കൂടുതൽ ശരാശരി സാമ്പത്തിക വളർച്ചാ നിരക്ക് കൈവരിച്ചാണ് 11. എഡ്യൂക്കേഷണൽ പ്ലാൻ, വിദ്യാഭ്യാസ പദ്ധതി. 2009 ഓഗസ്റ്റ് 26 വിദ്യാഭ്യാസ
അവകാശ സംരക്ഷണ നിയമം വന്നു ഇതിൻ്റെ ഇടയിൽ. ഇതിൻ്റെ കാലഘട്ടം 2007-നും 2012-നും ഇടയിലാണ്. ഇനി നോക്കിയാൽ നിങ്ങൾ ഏറ്റവും അവസാനത്തെ ഒരു കാര്യം ഞാൻ പറയാമെന്ന് പറഞ്ഞു, വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ഏത് മാതൃകയാണെന്ന് ചോദിച്ചാൽ അത് ഹരോൾഡ് ഡോമർ മാതൃകയാണ്. ഒന്നും ഞാനിവിടെ എഴുതത്തില്ല, ഓർത്ത് വെക്കാൻ പറ്റുമെങ്കിൽ ഓർത്ത് വെക്ക്. ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ഹരോൾഡ് ഡോമർ മാതൃകയാണ്. ഇനി വരുന്നത് രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. രണ്ടാമത്തത് നമ്മുടെ വ്യവസായം പ്രധാനമായിട്ടും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് മെഹലനോബിസ് മാതൃകയാണ് 2. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോട്ടാ, ഇനി ഇരട്ട സംഖ്യകളാണ് വരാൻ പോകുന്നത്. അപ്പം 4, പിന്നെ വരാൻ പോകുന്നത് 6, 8, 10. എളുപ്പമല്ലേ? അപ്പോൾ 1 ഹരോൾഡ് ഡോമർ മാതൃക, 2 മെഹലനോബിസ് മാതൃക, 4 ഗാഡ്ഗിൽ മാതൃക, 6 ഗാന്ധിയൻ മാതൃക, 6 ഗാന്ധിയൻ മാതൃക, 8 നമ്മൾ പറഞ്ഞു. 8 എന്നുള്ള സംഖ്യ നോക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന്, 8 ഒരു 2 എണ്ണമായിട്ടല്ലേ. അപ്പോൾ റാവു മൻമോഹൻ മാതൃക 8, റാവു മൻമോഹൻ മാതൃക 8, 10 കേരള മാതൃക, കേരള മോഡൽ. ഇത് എഴുതിയിട്ട് ബാക്കിയൊന്ന് പറയാം. അപ്പോൾ നോക്കിയേ, ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം കാണാപ്പാടം പഠിക്കണമെന്നില്ല, ഏതെങ്കിലുമൊക്കെ ഇടയിൽ നിന്നുള്ള 2 എണ്ണം പഠിച്ചു വെച്ചാൽ കണക്ട് ചെയ്യാൻ പറ്റും. ഒന്ന് മിക്കവർക്കും അറിയാൻ പറ്റും, ഹരോൾഡ് ഡോമർ മാതൃകയിലുള്ള പഞ്ചവത്സര പദ്ധതിയാണ്. ഇതെല്ലാത്തിലും ഓരോ ആൾക്കാരുടെ പേരുകളുണ്ട്. പക്ഷെ കുറേയൊക്കെ നമ്മൾ ഒഴിവാക്കി കളയുന്നതിൻ്റെ കാര്യം ആവശ്യമുള്ളത് മാത്രം പഠിക്കാൻ വേണ്ടിയിട്ടാണ്. 1 തുടങ്ങി 12 വരെയും ഓരോ ആൾക്കാരുണ്ട്. അത് ചിലതിലൊക്കെ പല പല ആൾക്കാരും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ 1 ഹരോൾഡ് ഡോമർ മാതൃകയാണ്, ഹരോൾഡ് ഡോമർ മാതൃക. 2 മെഹലനോബിസ് മാതൃകയാണ് 2. അപ്പോൾ നോക്കി, ഗാഡ്ഗിൽ മാതൃകയാണ് 4 ഗാഡ്ഗിൽ മാതൃക. 6 പോകുമ്പോൾ ഗാന്ധിയൻ മാതൃക, ഗാന്ധിയൻ. 8 റാവു മൻമോഹൻ മാതൃക, 10 കേരള മാതൃക. ഇതെങ്ങനെ പഠിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ 10 നിങ്ങൾ ഓർത്ത് വെക്കുക, 10 കേരള മാതൃക പെട്ടെന്ന് കിട്ടും. ആ ഒരു നമ്പർ, ഇടയിലത്തെ നമ്പർ ആണ് പ്രശ്നം വരുന്നത്. 10 കേരള മാതൃക. 8 നിങ്ങൾ നോക്കിയേ എങ്ങനെയാണ് എഴുതുന്നതെന്ന്. 8 അതായത് ഒരു മുകളിൽ ഒരെണ്ണവും താഴെ ഒരെണ്ണവുമാണല്ലോ 8 അല്ലേ. അതായത് റാവു മൻമോഹൻ മാതൃക 2 എണ്ണം ഉണ്ട്. റാവു മൻമോഹൻ മാതൃകയാണ് 8. അങ്ങനെ ആലോചിച്ച് നോക്ക്, കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. 6 ഗാന്ധിയൻ മാതൃക. അത് നമ്മളെങ്ങനെയാണ് പഠിച്ചതെന്ന് ചോദിച്ചാൽ, ഈ 6ാമത്തെ പഞ്ചവത്സര പദ്ധതി സമയത്ത് ഇന്ദിരാഗാന്ധിയും വന്നു. പക്ഷെ ഇന്ദിരാഗാന്ധി അവസാനം കൊല്ലപ്പെടുന്നതുകൊണ്ട് രാജീവ് ഗാന്ധിയും വന്നു. 2 ഗാന്ധിമാർ വന്നു. അപ്പോൾ ഗാന്ധിയൻ മാതൃക എന്ന് പഠിച്ചു വെച്ചു. കൃത്യമായിട്ടൊക്കെ പഠിച്ചു വരുമ്പോൾ അത് കിട്ടും. അടുത്ത 4ാമത്തിലോട്ട് പോകുമ്പോൾ അത് ഗാഡ്ഗിൽ മാതൃകയാണ്. 4ാമത്തത് ഗാഡ്ഗിൽ മാതൃക. ബാക്കിയൊക്കെ നമ്മൾ പലതവണയൊക്കെ പറഞ്ഞാണ്. ഇത്രയേ ഉള്ളൂ പഞ്ചവത്സര പദ്ധതികൾ. മൊത്തം 4 ക്ലാസ്സാണ് എടുത്തത് മൊത്തമായിട്ട്. ആ 4 ക്ലാസ്സിൻ്റെയും ലിങ്ക് താഴെ ഉണ്ടാവും. കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ കാണണം. പഞ്ചവത്സര പദ്ധതി സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അതിനകത്ത് ആവശ്യമുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് ചോദ്യങ്ങളുണ്ട് പഞ്ചവത്സര പദ്ധതി. മണിക്കൂർ കണക്കിന് പഠിപ്പിക്കാവുന്ന ടോപ്പിക്കാണ്. ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെറുതെ പോകാം. കാരണം ഈ 5 വർഷത്തിനിടയിൽ ഇന്ത്യയിൽ എന്ത് കടന്നാലും ഈ പഞ്ചവത്സര പദ്ധതി ഇടയിലാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ എല്ലാനൊന്നും ചോദിക്കാറില്ല. അതുമായി ബന്ധപ്പെട്ട് വലിയ കുറേ സംഭവങ്ങളൊക്കെ ചോദിക്കാറുള്ളൂ. പ്രധാനപ്പെട്ടതൊക്കെ പറഞ്ഞിട്ടുണ്ട്, എടുത്തു പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആണവ പരീക്ഷണം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെയാണ് 1-2 സംശയങ്ങളുള്ളത്. അതും ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. വേറെ ഒരു സംശയവും ഇവിടെ നിന്നില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞു. ഇനി കറണ്ട് അഫയേഴ്സ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതെടുക്കും. അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സും നമ്മളിപ്പോൾ ഏകദേശം 2 ക്ലാസ്സോളം കഴിഞ്ഞിട്ടുണ്ട്. അതും ക്ലാസ്സുകളുണ്ടാവും. നന്ദി.